പശ്ചിമ ബംഗാളിൽ അനധികൃതമായി താമസിച്ചു വരികയായിരുന്ന ബംഗ്ലാദേശ് സ്വദേശികൾക്കെതിരെ സംസ്ഥാന സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിച്ചതായി മുഖ്യമന്ത്രി സുവേന്ദു അധികാരി നിയമസഭയെ അറിയിച്ചു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നടത്തിയ വ്യാപക പരിശോധനകളുടെയും തിരിച്ചറിയൽ നടപടികളുടെയും ഭാഗമായി 10,000-ലധികം ബംഗ്ലാദേശ് നുഴഞ്ഞുകയറ്റക്കാരെ ഇതിനോടകം തന്നെ സ്വദേശത്തേക്ക് തിരിച്ചയച്ചതായി അദ്ദേഹം വ്യക്തമാക്കി. ദേശീയ സുരക്ഷയും അതിർത്തി നിയന്ത്രണവും ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നടപടികൾ നടപ്പാക്കുന്നതെന്നും നിയമപരമായി ഇന്ത്യയിൽ കഴിയുന്ന പൗരന്മാർക്ക് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകി. അനധികൃത കുടിയേറ്റം കണ്ടെത്തുന്നതിനും അവരെ തിരിച്ചറിയുന്നതിനുമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രത്യേക അന്വേഷണ സംഘങ്ങളാണ് പ്രവർത്തിക്കുന്നത്. സംശയാസ്പദമായ വ്യക്തികളെ ആദ്യം വിശദമായി പരിശോധനയ്ക്ക് വിധേയരാക്കുകയും അവരുടെ രേഖകൾ പരിശോധിക്കുകയും ചെയ്യുന്നു. നിലവിൽ ഏകദേശം 1,800 പേർ സംസ്ഥാനത്തുടനീളമുള്ള 12 പ്രത്യേക ഹോൾഡിംഗ് സെന്ററുകളിലായി പാർപ്പിക്കപ്പെട്ടിരിക്കുകയാണെന്നും അവരുടെ പൗരത്വവും താമസരേഖകളും പരിശോധിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. പരിശോധനാ നടപടികളുടെ ഭാഗമായി ഹോൾഡിംഗ് സെന്ററുകളിൽ പാർപ്പിക്കപ്പെടുന്നവർക്ക് പരമാവധി 30 ദിവസത്തോളം സമയം അനുവദിക്കുന്നുണ്ട്. ഈ കാലയളവിനുള്ളിൽ ഇന്ത്യയിലെ പൗരത്വം തെളിയിക്കുന്ന മതിയായ രേഖകൾ ഹാജരാക്കാൻ കഴിയാത്തവരുടെ ബയോമെട്രിക് വിവരങ്ങൾ ശേഖരിക്കുകയും ഔദ്യോഗിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം അതിർത്തി സുരക്ഷാ സേനയ്ക്ക് കൈമാറുകയും ചെയ്യുന്നു. തുടർന്ന് അവരെ ബംഗ്ലാദേശിലേക്ക് തിരിച്ചയക്കുന്നതാണ് നിലവിലെ നടപടിക്രമം. അതേസമയം സ്വമേധയാ രാജ്യം വിട്ടുപോകാൻ തയ്യാറാകുന്നവർക്ക് നിയമപരമായ സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലെ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനായി സംസ്ഥാന സർക്കാർ വിവിധ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങളും വേഗത്തിലാക്കിയിട്ടുണ്ട്. അതിർത്തി വേലി നിർമ്മാണത്തിന് ആവശ്യമായ 142 ഏക്കർ ഭൂമി അതിർത്തി സുരക്ഷാ സേനയ്ക്ക് കൈമാറിയതായി സുവേന്ദു അധികാരി അറിയിച്ചു. ഇതിലൂടെ ദീർഘകാലമായി നിലനിന്നിരുന്ന ഭൂമി ഏറ്റെടുക്കൽ തടസ്സങ്ങൾ പരിഹരിക്കപ്പെട്ടതായും അദ്ദേഹം പറഞ്ഞു. നിലവിൽ പുരോഗമിക്കുന്ന പദ്ധതികളുടെ ഭാഗമായി അടുത്ത മാസങ്ങളിൽ കൂടി ഏകദേശം 600 കിലോമീറ്റർ ദൂരത്തിലുള്ള അതിർത്തി പ്രദേശങ്ങളിൽ കമ്പിവേലി നിർമ്മാണം പൂർത്തിയാക്കാൻ ലക്ഷ്യമിടുന്നതായും അദ്ദേഹം അറിയിച്ചു. അതിർത്തി സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മുൻ സർക്കാരിനെതിരെയും മുഖ്യമന്ത്രി രൂക്ഷ വിമർശനം ഉന്നയിച്ചു. മുൻപ് അധികാരത്തിലുണ്ടായിരുന്ന തൃണമൂൽ കോൺഗ്രസ് സർക്കാർ രാഷ്ട്രീയ താൽപര്യങ്ങളും വോട്ട് ബാങ്ക് പരിഗണനകളും മുൻനിർത്തിയാണ് അതിർത്തി വേലി നിർമ്മാണത്തിനാവശ്യമായ ഭൂമി കൈമാറുന്നതിൽ കാലതാമസം വരുത്തിയതെന്ന് അദ്ദേഹം ആരോപിച്ചു. ഇതുമൂലം അനധികൃത കുടിയേറ്റവും അതിർത്തി കടന്നുള്ള കുറ്റകൃത്യങ്ങളും നിയന്ത്രിക്കുന്നതിൽ വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എന്നാൽ പുതിയ സർക്കാർ അധികാരത്തിലെത്തിയതോടെ അതിർത്തി സുരക്ഷയെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണപരമായ മുൻഗണനകളിലൊന്നായി കണക്കാക്കുകയും 1 മാസത്തിനുള്ളിൽ തന്നെ ഭൂമി കൈമാറ്റ നടപടികൾ വേഗത്തിലാക്കുകയും ചെയ്തുവെന്ന് സുവേന്ദു അധികാരി വ്യക്തമാക്കി. അനധികൃത കുടിയേറ്റം തടയുക, അതിർത്തി മേഖലകളിലെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുക, ദേശീയ സുരക്ഷാ സംവിധാനങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നിവയാണ് സർക്കാരിന്റെ പ്രധാന ലക്ഷ്യങ്ങളെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്തിന്റെ സുരക്ഷയെയും ഭരണ കാര്യക്ഷമതയെയും ബാധിക്കുന്ന വിഷയങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം നിയമസഭയിൽ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.